പെരിങ്ങാട് പുഴ സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ വിജ്ഞാപനം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും അനുമതി വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചതായി മുരളി പെരുന്നെല്ലി എംഎൽഎ പറഞ്ഞു. വിഷയത്തിൽ എംഎൽഎ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. തൃശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിലെ പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കടങ്ങ് പഞ്ചായത്തുകളിലും ഗുരുവായൂർ മണ്ഡലത്തിലെ ഉരുമനിയൂർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളുമായി വ്യാപിച്ച് കിടക്കുന്ന സർവേ 119/2 94.78 ഹെക്ടർ പെരിങ്ങാട് പുഴയും തീരപ്രദേശങ്ങളും കണ്ടൽ സംരക്ഷണത്തിന്റെ പേരിൽ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും സ്വാഭാവിക പുഴയായി നിലനിൽക്കുന്ന ഈ പ്രദേശം വനമേഖലയല്ലാത്തതാണ്. വീട്ടിയാർ പ്രകാരം പുഴയായ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പെരിങ്ങാട് പുഴ മഴക്കാലത്ത് അധിക ജലം കടലിലേക്ക് ഒഴുക്കുന്നതിനും അതുപോലെ നീരൊഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ചെളിയും മണ്ണും അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അതുമൂലം പ്രദേശത്തെ കൃഷിയിടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാമൂഹികാഘാത പഠനം നടത്താതെയാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. ഇക്കാരണങ്ങളാൽ പ്രദേശത്തെ ജനങ്ങളിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നവകേരള സദസ്സിൽ ഇത് പിൻവലിക്കുമെന്ന് അന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് പ്രസ്തുത നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ ആവശ്യമായി സർക്കാരിനെ സമീപിച്ചപ്പോൾ 2025 മാർച്ച് 19 ബഹുമാനപ്പെട്ട വനമന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തുടർ നടപടി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 22/3/25 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും വനം മന്ത്രിയും MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുപ്പിച്ച് ഒരു വിപുലമായ യോഗം തൃശ്ശൂരിൽ വെച്ച് ചേർന്നിരുന്നു. ആ തീരുമാനപ്രകാരം ഇത് റദ്ദാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് വേണ്ടി സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി അദ്ദേഹം വളരെ വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് തുടർന്ന് 21/8/25, 23/10/25, 2/12/25, 31/12/25 പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയ കത്തിന് ഒന്നിനും വനം വകുപ്പിന്റെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി ഇത് റദ്ദ് ചെയ്ത് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. പാവറട്ടി പഞ്ചായത്തിലെ വെൺമേനാട് വില്ലേജിൽ ഉൾപ്പെട്ട 234.18 ഏക്കർ പുഴ സംരക്ഷിത വനമാക്കാൻ 2021 സർക്കാർ വിജ്ഞാപനമിറക്കിയത്. ഇതിനെതിരെ തീരദേശ സംരക്ഷണ സമിതിയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങളാണ് നടന്നത്. തുടർന്ന് സർക്കാർ നടത്തിയ പഠനത്തിൽ ഈ സ്ഥലം വനവൽക്കരണത്തിന് അനുയോജ്യമല്ലെന്നും വിജ്ഞാപനം റദ്ദാക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വിജ്ഞാപനം റദ്ദാക്കിയില്ല. ഈ സാഹചര്യത്തിൽ തീരദേശ സംരക്ഷണ സമിതി നിവേദനങ്ങളുമായി വീണ്ടും MLAമാരെയും മന്ത്രിമാരെയും സമീപിച്ചു. വിജ്ഞാപനം ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രമേയം പാസാക്കി. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് മുരളി പെരുന്നെല്ലി MLA വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട മണലൂർ MLA സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ ഒടുവിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും 1980 വന സംരക്ഷണ നിയമത്തിൽ 23 ഭേദഗതി സുപ്രീം കോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടന സമർപ്പിച്ച ഹൈക്കോടതിയിലെ പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയും തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയും ലഭ്യമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗമായി പുഴയിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കം ചെയ്യാനുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുകയും പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ബഹുമാനപ്പെട്ട MLAയുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ച് സ്വീകരിക്കുന്നതാണ്.